ഹലോ. മെൻഡസ് ക്യൂവിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 12th ബയോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുമാതിരിപ്പെട്ട മിക്ക എക്സാമിനും CBSE ആയാലും അതുപോലെ സ്റ്റേറ്റ് സിലബസ് ആയാലും വരാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് ദെയർ പ്രിവെന്റീവ് മെഷേഴ്സ്. എങ്ങനെ ഇവരെ പ്രിവെന്റ് ചെയ്യാം, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇൻഫെക്ഷൻസ് എന്താണ് ആൻഡ് അതിന്റെ പ്രിവെൻഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്താണ്, അതിന്റെ എക്സാമിന് എങ്ങനെ എഴുതാൻ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം എഴുതേണ്ടത് എന്താണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, എന്താണ് STIs എന്ന് പറയുന്നത്. അപ്പോ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ വെനേറിയൽ ഡിസീസസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് ചോദിക്കാം. ഇതെല്ലാം ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള പേരുകളാണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസസ്, VD, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, RTI എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ എക്സാം പോയിന്റ് ഓഫ് വ്യൂലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇത്. CUETക്കും ഒരുപാട് തവണ വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അപ്പോ നമ്മുടെ സ്വന്തം വേർഡ്സിൽ എങ്ങനെ ഡെഫിനിഷൻ എഴുതിയാലും അതിൽ വരേണ്ട മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. ഒന്ന് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസ്. ദീസ് ആർ ദ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ ഇന്റർകോഴ്സ്. അതായത് സെക്ഷുവൽ ഇന്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു പോയിന്റ്, ആ ഒരു ആൻസർ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സെക്ഷുവൽ ഇന്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസിനെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. സെക്ഷുവൽ ഇന്റർകോഴ്സ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. അത് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ CBSEയുടെ കാര്യത്തിൽ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്താൽ മാർക്ക് കിട്ടും. പക്ഷെ CBSEയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അതില് ഇങ്ങനെ കുറച്ച് സിംറ്റംസ്, ഒരു 4 ഡിസീസസ് തന്നിട്ട് അതിൽ നിന്ന് ഏതാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലാത്തത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് തരും. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് എയ്ഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് HIV ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ്, അത് ഓർത്തിരിക്കുക. ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. കോമൺ ആയതുകൊണ്ട് തന്നെ എന്തായാലും എക്സാമിന് അത് ഓപ്ഷൻസിൽ തരാനും പോകുന്നില്ല. ഒന്നെങ്കിൽ ക്ലാമിഡിയാസിസ് അല്ലെങ്കിൽ ജെനൈറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണയാസിസ്, ഇതൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഏതാണ് അല്ലാത്തത്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഒന്ന് ഗൊണേറിയ, പിന്നെ സിഫിലിസ് നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളതാണ്. ലൈക്ക് റാഷസ് പോലെ വരുന്ന അങ്ങനത്തെ ഒരു സിംറ്റം ഉള്ള ഒരു അസുഖമാണ്. അതുപോലെ ജെനൈറ്റൽ ഹെർപ്പസ്, പിന്നെ ക്ലാമിഡിയാസിസ്, പിന്നെ ജെനൈറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ ഇതിങ്ങനെ ഓർത്തിരിക്കാം. ഗോണേറിയ, സിഫിലിസ് ഒരുമിച്ച് വേണമെങ്കിൽ ഓർത്തിരിക്കാം, കാരണം കുറച്ച് മീഡിയം ആയിട്ടുള്ള വാക്കുകളാണ്. പിന്നെ ജെനൈറ്റൽ ഹെർപ്പസും ജെനൈറ്റൽ വാർഡ്സും രണ്ടും ജെനൈറ്റൽ ആയിട്ട് റിലേറ്റഡ് ആണ്, ജെനൈറ്റൽ ഓർഗൻസ് ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ജെനൈറ്റൽ ഹെർപ്പസ്, ജെനൈറ്റൽ വാർഡ്സ് രണ്ടാണ് ഓർത്തിരിക്കാം. പിന്നെ ക്ലാമിഡിയാസിസ് അതുപോലെ ട്രൈക്കോമോണിയാസിസ്, ഇത് രണ്ടും കുറച്ച് കട്ടി വാക്കുകളാണ്. അത് കുറച്ചുകൂടെ റെയർ വാക്കുകളാണ്, ക്ലാമിഡിയാസിസും ട്രൈക്കോമോണിയാസിസും. അത് രണ്ടും അങ്ങനെ ഓർത്തിരിക്കാം. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഭയങ്കര കോമൺ ആണ്. സോ അത് അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ 4 സെറ്റ് ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഗൊണേറിയ, സിഫിലിസ്, പിന്നെ ജെനൈറ്റൽ ഹെർപ്പസ്, ജെനൈറ്റൽ വാർഡ്സ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ്. ഇനി ഇതില് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ജെനൈറ്റൽ ഹെർപ്പസും ഇതിനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളത് ലൈക്ക് ഗൊണേറിയ, സിഫിലിസ്, ക്ലാമിഡിയാസിസ്, ജെനൈറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഇതിന്റെയൊക്കെ ഏർലി ഡിറ്റക്ഷൻ, അതായത് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ അടുത്തായിട്ട് വരുന്നതാണ് സിംറ്റംസ്.
എന്തൊക്കെയാണ് നമുക്ക് സിംറ്റംസ് പൊതുവെ നമുക്കറിയാം. എയ്ഡ്സിനെ കുറിച്ച് നമുക്ക് ഇതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത് അതൊക്കെ അറിയാം. പക്ഷെ ഈ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ എയ്ഡ്സ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ? അൺനോൺ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അതായത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വഴി അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ഏകദേശം ഒരുപോലെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് ആ കോസസ് എന്തൊക്കെയാണ്, ലൈക്ക് ബ്ലഡ് വഴി വേറെ നീഡിൽസ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു നോളജ് ആണ് എയ്ഡ്സിനെ കുറിച്ചിട്ട്. നീഡിൽസ് വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. പക്ഷെ ഈ ഒരു ആൻസറിൽ അത് എഴുതണമെന്ന് അത്ര നിർബന്ധമില്ല. കാരണം ഇത് കോമൺലി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഈ 4 കോമൺ ആയിട്ട് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും വഴിയാണ്. സോ അത് എഴുതിയാലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. പക്ഷെ എഴുതേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിംറ്റംസ് ആണ്. സിംറ്റംസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഏകദേശം കോമൺ. ഇതിന്റെ സിംറ്റംസ് വളരെ മൈനർ ആണ്. ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ മൈനർ ആണ്. ലൈക്ക് ഇച്ചിങ്, ജനൈറ്റൽ ഏരിയയിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് ഇതൊക്കെ. ഇച്ചിങ്, അതായത് നമ്മുടെ ജനൈറ്റൽ ഏരിയ, പ്രൈവറ്റ് പാർട്സിൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവുക, ചൊറിച്ചിൽ ഉണ്ടാവുക. ആൻഡ് ഫ്ലൂയിഡ് ഡിസ്ചാർജ്, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരുടെ പ്രൈവറ്റ് പാർട്സിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുക, അതായത് ഒരു വെള്ളം പോലെ എന്തോ വരാൻ തുടങ്ങുക. അതുപോലെ സ്ലൈറ്റ് പെയിൻ, ചെറിയ പെയിൻ. അതുപോലെ സ്വെല്ലിങ്സ്, നീര്, അല്ലെങ്കിൽ കുറച്ച് വലുതാവുക, നീര് വയ്ക്കുക എന്ന് പറയും. ഇതൊക്കെയാണ് മെയിൻ 4 സിംറ്റംസ്: ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിങ്സ്. എവിടെയാണ് ഉണ്ടാകുന്നത്? ജനൈറ്റൽ ഏരിയ. ഈ 4 പോയിന്റ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക എക്സാമിന്. ആൻഡ് ചില ഫീമെയിൽസിന്റെ കേസിൽ മേ ബി അസിംറ്റമാറ്റിക്, അതായത് അവർക്ക് സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ഒരുപാട് ഫീമെയിൽസ് ഉണ്ട്. അതായത് ഫീമെയിൽസിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും മെനി കേസസ് സിംറ്റംസ് കാണിക്കാറില്ല, അസിംറ്റമാറ്റിക് ആണ്. ഇതെന്ത് ചെയ്യും? ഇത് ഒരു ഏർലി ഡിറ്റക്ഷന് പകരം ലേറ്റ് ആയിട്ട് ആ ഒരു അസുഖം കണ്ടുപിടിക്കുന്നതിലേക്ക് ലീഡ് ചെയ്യും. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആൻഡ് നമ്മുടെ സിംറ്റംസ് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, മൈനർ ആണ്. ഇച്ചിങ് അങ്ങനത്തെ സംഭവങ്ങളാണ്, ചൊറിച്ചില്. നമ്മൾ ഇതിനെ വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണും. അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് ആൾക്കാരോട് പറയാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ നോക്കി കാണുന്ന രീതി മാറുന്ന സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുകയും അങ്ങനെ ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. അതായത് പെൽവിക് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഇരിക്കുന്ന ആ ഒരു ഏരിയ ആണ് നമ്മുടെ പെൽവിക് ഏരിയ, അല്ലെങ്കിൽ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറെ ഡിസീസസ്. ഒരു ഡിസീസ് അല്ല, ഒരുപാട് പെൽവിക് ഏരിയയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഡിസീസസ്. അതിനെ കളക്റ്റീവ് ആയിട്ട് നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറയും, PID. അതുണ്ടാക്കുക. അതുപോലെ പിന്നുള്ള കോംപ്ലിക്കേഷൻസ് ആണ്, ആദ്യമൊന്നും അറിയില്ല ആൻഡ് ദെൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അബോഷൻസ് സംഭവിക്കുക, അതായത് കുട്ടി മരിച്ചു പോവുക. സ്റ്റിൽ ബർത്ത് സംഭവിക്കുക, അതായത് 9 മന്ത്സിന് ശേഷം പാർച്ചുറേഷൻ സംഭവിക്കുമ്പോൾ, അതായത് നോർമൽ ഡെലിവറി നടക്കുന്ന സമയത്ത് മരിച്ച കുട്ടിയായിരിക്കും പുറത്തേക്ക് വരിക. അതാണ് സ്റ്റിൽ ബർത്ത്. ബർത്തിന്റെ ആ ഒരു സമയത്ത് ജീവനില്ലാത്ത കുട്ടി പുറത്ത് വരിക. അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസീസ്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതായത് യൂട്രസിന് പുറത്ത്, യൂട്രസ് അല്ലാതെ പുറത്തായിട്ട്, അതായത് ഫെലോപ്പിയൻ ട്യൂബ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. യൂട്രസിനെയും ഓവറിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബാണ്. അതുവഴിയാണ് നമ്മുടെ അവിടെ വന്നിട്ടാണ് സ്പെം എഗും ഫെർട്ടിലൈസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് കുഞ്ഞ് ഇവിടെ വന്ന് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ അതിന് പകരം ഇംപ്ലാന്റേഷൻ നടക്കാതെ കുട്ടി ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ, അതൊരു ചെറിയ ട്യൂബാണ്, അവിടെ തന്നെ വളരാൻ തുടങ്ങുക. അതൊരു കുറച്ച് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ആൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാവാത്ത രീതിയിലേക്ക് ആവുക. അതുപോലെ ഈവൻ ക്യാൻസർ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാവുക. ലൈക്ക് മെയിൽസിൽ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആവാം, ഫീമെയിൽസിൽ യൂട്രസിലോ ഓവറിയിലോ അങ്ങനത്തെ ക്യാൻസറുകൾ ഉണ്ടാവുക. സെർവിക്കൽ ക്യാൻസർ, അങ്ങനത്തെ കുറെ. സെർവിക്കൽ ക്യാൻസർ ആണ് നമുക്ക് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യൂറബിൾ അല്ല, ലൈക്ക് പ്രിവെൻഷൻ വാക്സിൻസ് ഉള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്, ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ നോക്കിയ? ഡെഫിനിഷൻ നോക്കി, വേറെ പേരുകൾ നോക്കി, എക്സാമ്പിൾസ് നോക്കി, സിംറ്റംസ് 4 കണ്ടു, ആൻഡ് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ എഴുതാം. ആൻഡ് കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ആൻഡ് പൊതുവെ ഈ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത് 15 to 24 ഇയേഴ്സിലുള്ള ആൾക്കാരിലാണ്. അതായത്
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഏജ് ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ഇൻഫർമേഷൻ തരുന്നത്. സോ എന്നും പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ഇതിന് പ്രിവെന്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യനിലെ മെയിൻ പാർട്ട് ഇതാണ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. എന്താണ് ഇവിടെ ആൻസർ എഴുതേണ്ടത്? മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് വരേണ്ടത് 3 പോയിന്റ്സ് ആണ്. പ്രിവെൻഷൻസിൽ വരേണ്ടത് 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരേണ്ടത്. ഈ പോയിന്റ്സ് വന്നേ പറ്റൂ. ബാക്കി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ 3 പോയിന്റ്സ് ആണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ഇതിനെ ആദ്യം ഒരു ചെറിയ ഹെഡിങ് ആയിട്ട് എഴുതുക, ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ നോക്കുക. അപ്പൊ ഈ 3 പോയിന്റ്സ് ഉറപ്പായിട്ടും വരണം. ആദ്യത്തേത്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. വേണമെങ്കിൽ ഇതിനെ പ്രൊട്ടക്റ്റഡ് സെക്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിലൊരു പോയിന്റ് ആയിട്ട് അൺനോൺ പാർട്ട്നേഴ്സുമായിട്ട് സെക്സ് ചെയ്യാതിരിക്കുക. അതായത് നമുക്ക് അറിയാത്ത ഒരു പാർട്ട്ണറുമായിട്ട് നമ്മൾ സെക്സിൽ ഏർപ്പെടാതിരിക്കുക. കാരണം അവർക്ക് എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല. സോ അത് ആദ്യത്തെ ഒരു പോയിന്റ് ആണ്. ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒബ്വിയസ്ലി ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഉള്ള ഒരാളാണെങ്കിൽ ഒരു പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫെക്ഷനെ നമ്മൾ വേറൊരു പാർട്ട്ണറിലേക്ക് എന്ത് ചെയ്യാനും അതിന് പറ്റും, നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. സോ അതൊരു കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം അൺനോൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് എഴുതാം. പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ പോയിന്റ്സ് വേണമെങ്കിൽ ഒന്നുകിൽ ഇതിനെ മൊത്തത്തിൽ ഒരു പോയിന്റ് ആയിട്ട് എഴുതാം, എന്നിട്ട് അൺനോണും മൾട്ടിപ്പിളും അണ്ടർലൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ 2 പോയിന്റ്സ് ആയിട്ട് ഇതിനെ എഴുതാൻ പറ്റും. ആൻഡ് ഓൾവേസ്, മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓൾവേസ് ട്രൈ ടു യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. അതായത് കോയിറ്റസ് ചെയ്യുന്ന സമയത്ത്, സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അടുത്തായിട്ട് വരുന്നതാണ്, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതൊരു ഹോൾ സെന്റൻസ് ആണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ആൻസറിൽ വരേണ്ട വാക്കുകൾ ഇതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ പോയി കാണുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിനെ പോയി കാണുക. ആൻഡ് ഏർലി ഡിറ്റക്ഷൻ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ വേണ്ടി സഹായിക്കും. അല്ലെങ്കിൽ നേരത്തെ പോയിട്ട് ഏർലി ഡിറ്റക്ഷൻ ചെയ്യുക. ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ കോണ്ടത്തിന്റെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. അപ്പൊ കോണ്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോണ്ടം കാരണം നമുക്ക് ഒരുപാട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ ഒഴിവാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു അവയർനെസ് കൂടിയാണ്. ലൈക്ക് ഇത് പ്രിവെൻഷൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്, അൺനോൺ പാർട്ട്നേഴ്സുമായിട്ട് സെക്സിൽ ഏർപ്പെടാതിരിക്കുക, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ മാക്സിമം ഒഴിവാക്കുക, ആൻഡ് കോണ്ടംസ് ഉപയോഗിക്കുക കോയിറ്റസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ കണ്ട എന്തെങ്കിലും സിംറ്റംസിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണുക, ക്വാളിഫൈഡ് ഡോക്ടറിനെ പോയി കാണുക. പേടിച്ചിട്ട് നമ്മൾ വേറൊരു ഡോക്ടറിനെ പോയി കാണരുത്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ തന്നെ പോയി കാണുക. ആൻഡ് ഏർലി ഡിറ്റക്ഷൻ ചെയ്താൽ മാത്രം നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. ആകെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത 2-3 ഡിസീസസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ആൻഡ് ജനൈറ്റൽ ഹെർപ്പസ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത്. ഇത്രയും നേരം സഹിച്ച് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.